പ്രിയപ്പെട്ട അധ്യാപകരെ, ഈ വർഷത്തെ UDAS പ്ലസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ, കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഏത് ക്ലാസ്സാണ് പഠിപ്പിച്ചിരുന്നത് ആ ക്ലാസ്സിലെ കുട്ടികളെ നിലവിലെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രൊമോഷൻ ചെയ്യണം. അതായത് പ്രോഗ്രഷൻ വർക്ക് നമ്മൾ ആദ്യം ചെയ്യണം. അതിനുശേഷമേ നമുക്ക് ഈ വർഷത്തെ കുട്ടികളുടെ ഡാറ്റാസ് എൻ്റർ ചെയ്യാനും പുതുതായി വന്ന കുട്ടികളെ ആഡ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ എപ്രകാരമായിരുന്നോ UDAS പ്ലസ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഈ വർഷം ചെയ്യേണ്ടത്. അതൊന്നും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. നമ്മുടെ ഫോണിലും ലാപ്പിലും സിസ്റ്റത്തിലൊക്കെ ഒരേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ എടുത്ത ശേഷം നമ്മുടെ UDAS പ്ലസ് സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ UDAS പ്ലസ് സ്റ്റുഡൻറ്റ് മൊഡ്യൂളാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ലോഗിനോ അല്ലെങ്കിൽ ഇതോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കഴിഞ്ഞ വർഷം നമ്മൾ എപ്രകാരമാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെ കേരള സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗോ. നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ യൂസർ പാസ്വേഡ് മാറ്റിയിട്ടുണ്ട്. പാസ്വേഡും യൂസർ ഐ ഡിയും പാസ്വേഡും ഞാൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ അയക്കാം. പിന്നെ ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഈ രീതിയിൽ ഇൻ്റർഫേസാണ് വരിക. കഴിഞ്ഞ വർഷത്തെ നമ്മൾ ചെയ്തതും ഈ വർഷം പുതിയത് കറണ്ട് അക്കാദമിക് ഇയറിലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ നിലവിൽ നമുക്ക് ഈ ഒരു അക്കാദമിക് ഇയറിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. നിലവിൽ നമ്മളിത് ഓപ്പണായി വരുമ്പോൾ നിലവിൽ ഒരു കുട്ടിയെപ്പോലും നമുക്കിതിൽ കാണാൻ സാധിക്കില്ല. ഒരു കുട്ടിയെപ്പോലും നിലവിൽ ഒരു ക്ലാസ്സിലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊമോഷൻ കൊടുത്താൽ മാത്രമേ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, ഇതിലേക്ക് മാറുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് 2024-25 അധ്യയന വർഷത്തിൽ ഇത് ക്ലിക്ക് ചെയ്തു. ഇവിടെ സൈഡിൽ കാണുന്ന പ്രോഗ്രഷൻ ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്തു. അവിടെ പ്രോഗ്രഷൻ മൊഡ്യൂൾ എന്നുള്ളത് ഗോ അടിച്ചു. ഇനി എന്ത് ചെയ്യുക, കഴിഞ്ഞ വർഷം നമ്മൾ ഏത് ക്ലാസ്സാണോ പഠിപ്പിച്ചത് ആ ക്ലാസ് സെലക്ട് ചെയ്യുക. സെലക്ട് ക്ലാസ് കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചത് 3 ആണ്. അതേപോലെ തന്നെ ഡിവിഷൻ A ആണ്. അപ്പോൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഗോ കൊടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെ മൊത്തം ഇവിടെ എന്ത് ചെയ്യും, കാണാൻ സാധിക്കും. ഇനി ചെയ്യേണ്ടത് ആ കുട്ടികളുടെ ഒരു കുട്ടി ഞാൻ ചെയ്തിരുന്നു. ഒരു കുട്ടിയുടെ ഈ കുട്ടി നമ്മുടെ കയ്യിൽ വേണ്ട ഡാറ്റകൾ എന്താ വെച്ചാൽ ആ കുട്ടി ജയിച്ചു പോയിട്ടുണ്ടോ, ആ കുട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ മാർക്കിൻ്റെ പെർസെൻറ്റേജ്, കഴിഞ്ഞ വർഷം ആ കുട്ടി എത്ര ദിവസം സ്കൂളിൽ പ്രസൻറ്റ് ചെയ്തു, അതായത് അറ്റൻഡ് ചെയ്തു, ഈ 4 ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ കുട്ടി ഈ സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത് എന്നുള്ള ഈ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടായി എങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തീർക്കാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തത് പ്രൊമോട്ടഡ് പാസ്ഡ് വിത്ത് എക്സാമിനേഷൻ, എക്സാമോട് കൂടി എന്ത് ചെയ്തു, കുട്ടി പാസ് ചെയ്തു. രണ്ടാമത്തത് എത്ര പെർസെൻറ്റേജ് ആണ് കുട്ടിയുടെ മാർക്ക്, അപ്പോൾ ഈ കുട്ടിയുടെ മാർക്കിന് കൊടുത്തു. അതേപോലെ തന്നെ എത്ര ദിവസമാണ് കുട്ടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത് അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തു. അതിന് ശേഷം നിലവിൽ ആ കുട്ടി സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിലാണ് പഠിക്കുന്നത് എങ്കിൽ ഇപ്പുറത്ത് നമ്മൾ 4ാം ക്ലാസ്സിൽ ഏത് ഡിവിഷനാണ് കൊടുക്കണം. ഇനി അതല്ല ഈ കുട്ടി മറ്റു സ്കൂളിലേക്ക് പോയി എങ്കിൽ എന്ത് ചെയ്യണം, ഇത് ലെഫ്റ്റ് സ്കൂൾ വിത്ത് TC എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഈ കുട്ടി നിലവിൽ ഈ സ്കൂളിൽ തന്നെ ഉണ്ട്. 4A ക്ലാസ്സിൽ ആ കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടീനെ എന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്തു. ഇനി ഇതേപോലെ ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫൈനലൈസ് അടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ മൊത്തം കംപ്ലീറ്റ് ആവുള്ളൂ. ഇതേ പ്രകാരം നമ്മുടെ ക്ലാസ്സിലെ ഓരോ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റു ആക്ടിവിറ്റീസ്, അതായത് നിലവിൽ ഈ കുട്ടി പഠിക്കുന്ന ക്ലാസ് ഏതാണോ ആ ക്ലാസ്സിൽ ആ അധ്യാപകന് ആ കുട്ടിയെ ഡീറ്റെയിൽസ് കയറ്റാനും ആ ക്ലാസ്സിലേക്ക് മറ്റ് പുതിയതായി വന്ന കുട്ടികളെ ആഡ് ചെയ്യാനും പറ്റുള്ളൂ. അതിനുശേഷം ഇവിടെ വ്യൂ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കുട്ടികളെ നമ്മൾ ചെയ്തോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എല്ലാ കുട്ടികളും ചെയ്യണം. അതിന് ശേഷം താഴെയുള്ള ഫൈനലൈസ് ഓപ്ഷൻ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുള്ളൂ, വ്യൂ സമ്മറിയിൽ വളരെ പെട്ടെന്ന് വരില്ല, ഒരു സാവകാശം പിടിക്കും. എന്നാലും അതിനുശേഷം ഇവിടെ നോക്കിയാൽ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തോ ഇല്ലയോ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പം ഈ ഒരു വർക്ക് എത്രയും പെട്ടെന്ന് അധ്യാപകർ തീർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മാത്രമേ നിലവിലെ ഈ അക്കാദമിക് ഇയറിലെ അധ്യാപകർക്ക്
ആ കുട്ടികളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി മറ്റൊരു വിഷയം, ഇതേപോലെ മറ്റു സ്കൂളുകളിൽ 7ാം ക്ലാസ് അല്ലെങ്കിൽ 4ാം ക്ലാസ് കഴിഞ്ഞ് മറ്റു സ്കൂളിൽ പോയ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂളിൽ ഇതേപോലെ അവർ കിട്ടണമെങ്കിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്താലേ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഈ കുട്ടികളുടെ കഴിഞ്ഞ വർഷത്തെ അറ്റൻഡൻസ്, അവരുടെ മാർക്ക്, നിലവിൽ സ്കൂൾ ഏതാണ്, ഈ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ 10-15 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലേക്ക്, അതായത് ഇപ്പോഴത്തെ ഈ വർഷത്തെ ക്ലാസ്സിലേക്ക് ആ കുട്ടിയെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ വളരെ എത്രയും പെട്ടെന്ന് തന്നെ അധ്യാപകർ അത് കംപ്ലീറ്റ് ആക്കണമെന്ന് പറയാണ്. ഓക്കെ, താങ്ക് യു.